ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം. അതെ മോളെ, പണ്ട് വലിയൊരു പണക്കാരനുണ്ടായിരുന്നു ഇവിടെ, കുമാരൻ മുതലാളി. അയാൾ വലിയ കോടീശ്വരനായി കഴിഞ്ഞപ്പോൾ കുമാരൻ എന്ന പേര് മാറ്റി കുമാർ എന്നാക്കി. കെ കുമാർ എന്ന് കെ ഇനിഷ്യലും ആക്കി. അയാൾ ദൈവമാണ്? ദൈവമൊന്നുമല്ല, ഒരുപാട് സ്വത്തുള്ളൊരു വലിയ കോടീശ്വരൻ. പിന്നെ തന്നെ നാമം ചൊല്ലുമ്പോൾ മമ്മി അയാളുടെ പേര് പറയുന്നേ? എടി മോളെ, അതെ, നമ്മുടെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞാലല്ലേ ദൈവത്തിന് മനസ്സിലാകൂ. അതുകൊണ്ടാണ് ദൈവമേ കൈതൊഴാം, എന്നെ കെ കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി ഫുൾ കുമാറാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കാൽ കുമാറെങ്കിലും ആക്കണേ എന്നാണ് പ്രാർത്ഥന. അതായത് പാവമാം എന്നെ നീ കുമാറാക്കണം എന്ന്. ഇയാളുടെ സ്വത്തിൻ്റെ കാൽ ഭാഗം ഉണ്ടെങ്കിൽ പോലും 4 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാം. എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, അതുകൊണ്ടാണ് എന്നെ കുമാറാക്കണം. ഇങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്.